ശാന്തി. പലപ്പോഴും നമ്മുടെ ഹാബിറ്റ്സാണ് ജീവിതത്തിൽ സക്സസിൻ്റെയും ഫെയിലിയറിൻ്റെയും ആധാരമായിട്ട് മാറുന്നത്. ഈ 5 കാര്യങ്ങളെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കി വെക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ഒരു കോപ്പി ക്യാറ്റ് ആവരുത്. മീൻസ് അവരൊരു ബിസിനസ് തുടങ്ങി, നല്ല ലെവലിൽ പോകുന്നുണ്ട്, എന്നാൽ സെയിം ബിസിനസ് ഞാനും തുടങ്ങിയേക്കാം. അല്ല, എൻ്റെ ടാലൻ്റ് എന്താണോ, എൻ്റെ കഴിവെന്താണോ, ഈശ്വരൻ എനിക്കായി തന്നതായിരിക്കുന്ന ഗുണമെന്തോ, ശക്തി എന്തോ, എൻ്റെ കഴിവെന്തോ, അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ കണ്ടെത്തേണ്ടത്. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അവരെ കോപ്പി അടിക്കാൻ പോയാൽ നിങ്ങളുടെ കലയും അവരുടെ കലയും ഒന്നായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവരെപ്പോലെ തന്നെ ഞാനും ശോഭിക്കാത്തത് എന്ത്, അവർക്കെല്ലാം പറ്റുന്നുണ്ടല്ലോ എനിക്കെന്തേ പറ്റാത്തത്, ഒരിക്കലും പറയരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ കല എന്തെന്ന് കണ്ടെത്തി, നിങ്ങളുടെ വിശേഷത എന്തെന്ന് കണ്ടെത്തി, അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് ജീവിതത്തെ ഹൈറ്റ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോഴേ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ടാലൻ്റ് എന്തെന്ന് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തണം? ഞാൻ മുന്നും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ കൂടെ പറയുകയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണോ രാവും പകലും ചെയ്താൽ പോലും മടുപ്പ് കൂടാതെ ആനന്ദിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, മിനിമം 8 മണിക്കൂറിനേക്കാൾ കൂടുതലൊരു കാര്യം ചെയ്തിട്ടും നിങ്ങൾക്കത് സന്തോഷമാണാകുന്നത്, സ്ട്രെസ്സല്ല എങ്കിൽ അതാണ് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതായിരിക്കുന്ന നിങ്ങളുടെ സ്പെഷ്യൽ ടാലൻറ്റ്. അതുകൊണ്ട് അവനവൻ്റെ ടാലൻ്റ് എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ആധാരത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം, ഒരു ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തു, എൻ്റെ മുന്നോട്ടതായിട്ട് ജീവിതം ആരംഭിച്ചു. എന്നെപ്പോലെ തുടങ്ങിയ പലരും ഇപ്പം അങ്ങനെയായിപ്പോയി, ഇങ്ങനെയായിപ്പോയി, ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. പലരും എന്നോട് വിളിച്ച് പരാതി പറയുന്നത്, എന്നെ ഞങ്ങൾ ഒന്നിച്ച് ഫ്രണ്ട്സായിരുന്നു, അവരുടെ കല്യാണം കഴിഞ്ഞു, ഇവരുടെ കല്യാണം കഴിഞ്ഞു, അവരൊരു ജോലി നേടി, ഞാൻ എവിടെയും എത്തിയിട്ടില്ല. ഈ കമ്പാരിസൺ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഫോൾട്ട്. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം, ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഈ ലോകത്ത് ഓരോ പേഴ്സണാലിറ്റിയും യൂണിക് പേഴ്സണാലിറ്റീസാണ്. ഭഗവാൻ ഓരോരുത്തർക്കും അവനവൻ്റെ കലകളും അവനവൻ്റെ ഗുണങ്ങളും അവനവൻ്റെ ശക്തികളും നിറച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് നമ്മളെ പറഞ്ഞയച്ച, നമ്മൾ രചിച്ച ആ രചയിതാവിനോടുള്ള ആദരവോടുകൂടി നമ്മളെന്താണോ അതിനെ ഡെവലപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഒപ്പത്തിനൊപ്പം തന്നെ ഞാൻ ചെയ്ത എൻ്റെ ചുവടുകൾ കറക്റ്റാണ് എങ്കിൽ ഒരു വിഷമവും വിചാരിക്കാതെ മുന്നോട്ട് പോകൂ. ഇന്നലത്തെ നിങ്ങളുടെ കണക്കും ഇന്നലത്തെ അവരുടെ കണക്കും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഒരേ സമയം തുടങ്ങിയ 2 പേരും ഒരേപോലെ മുന്നോട്ട് പോകും എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അഥവാ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവായിരിക്കുന്ന ഫാക്ടർ ഉണ്ടെങ്കിൽ, അഥവാ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അതുകൊണ്ട് ഒരിക്കലും നിരാശരാവാതെ മനം മടുക്കാതെ നിരന്തരമായി മുന്നോട്ട് പോകാനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരുന്നാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 രൂപ കടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ കടം വീട്ടണം എന്നുണ്ടെങ്കിൽ 100 രൂപ സമ്പാദിച്ചാൽ പോരാ, ദിവസവും 105 രൂപ സമ്പാദിച്ച് 5 രൂപ കടത്തിലേക്ക് മാറ്റി വയ്ക്കൂ. അപ്പോഴാണ് നമുക്ക് കടമില്ലാതാക്കാൻ സാധിക്കുക. അതുപോലെ ജീവിതത്തിലെ കർമ്മത്തിൻ്റെ ഏതെങ്കിലും കടങ്ങൾ നമ്മുടെ മുജ്ജന്മത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നിരന്തരമായ പരിശ്രമത്തിലൂടെ അതിനെയും അതിജീവിച്ചുകൊണ്ട് ആ കടം വീട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. കുറച്ച് സമയത്തിൻ്റെ ഫാക്ടർ മാത്രം. അതുകൊണ്ട് ക്ഷമയോടുകൂടി നിരന്തര പരിശ്രമത്തോടെ മുന്നോട്ട് പോവുക. അവരെങ്ങനെ എത്തി, ഇവരെങ്ങനെ എത്തി, ഞാൻ ഇങ്ങനെയായില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. കമ്പാരിസൺ ഒരിക്കലും അരുതാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, എന്താണോ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനുവേണ്ടി സമയവും സന്ദർഭവും സാഹചര്യവും എല്ലാം തികഞ്ഞു വന്നിട്ട് ഒരിക്കലും ആരും ഒരു കാര്യം തുടങ്ങാറില്ല. തുടങ്ങിക്കഴിയുമ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെത്താൻ വന്നു ചേരുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ടാലൻ്റ് എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട്, എൻ്റെ കഴിവെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ കാര്യത്തെ ശുഭസ്യ ശീഘ്രം എന്നാണ് പറയുക. നല്ല കാര്യങ്ങൾ പെട്ടെന്ന് തുടങ്ങണം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അർത്ഥം, ഞാൻ എനിക്കായിട്ടൊരു കാര്യം തിരഞ്ഞെടുത്താൽ അതിൻ്റെ എല്ലാവിധ വശങ്ങളും ഒത്തുചേർന്ന് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ചെറുതായി തുടങ്ങൂ, പതുക്കെ അതിൽ നിന്ന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വേല മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഐക്കണായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ശ്രദ്ധയും അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം ആ ഹാർഡ് വർക്കും പ്ലാനിങ്ങും ഒപ്പം നമ്മുടെ കമ്മിറ്റ്മെൻറ്റും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ എല്ലാം നേടി അവസാന വിജയം നേടുന്നൊരു ദിവസമല്ല സന്തോഷം എന്ന് പറയുന്നത് ഓൺ ദ പ്രോസസ്സാണ്. ആ കർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് ആനന്ദം. കർമ്മത്തിൽ നിന്നാണ് ആനന്ദം, ഫലം വന്നിട്ടല്ല സന്തോഷിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കിയ ഒരു ഉത്സവത്തിന് വേണ്ടി, ഓണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ കൂടുതൽ ഉത്സവം ഉണ്ടാവുക, ഉത്സാഹം ഉണ്ടായിരിക്കുക. ഓണം ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു പോകും. പക്ഷേ ഓണം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് വാങ്ങുമ്പോൾ, ഓണം വരുന്നു എന്ന് പറഞ്ഞ് ഒരുക്കുമ്പോൾ, ഓണം വരുന്നു പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ, ഓണം വരുന്നു പറഞ്ഞ് ഒത്തുചേരുമ്പോൾ, അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിന് കൂടുതൽ സന്തോഷം. പ്രോസസ്സിലാണ് ഹാപ്പിനെസ്. അതുകൊണ്ട്
പഠിച്ചുകൊണ്ട് എന്ത് കർമ്മം ശരിയായത് ചെയ്യുന്നുണ്ടോ ആ കർമ്മത്തിൽ ആനന്ദിക്കാൻ പഠിച്ചാൽ എപ്പോഴും ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് നമുക്ക് മാറുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും തോൽവി ഇടയ്ക്ക് സംഭവിച്ചാലും ഞാൻ എല്ലാ തയ്യാറെടുപ്പും ശരിക്കായിട്ടല്ല തുടങ്ങിയത്, അതുകൊണ്ടാണ് തോറ്റുപോയത് എന്ന് വിചാരിക്കരുത്. തെറ്റ് പറ്റാത്തവരും തോൽവി ഉണ്ടാത്തവരും ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു പോയാൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു വിശകലനം നടത്താൻ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ ശേഷം അതിൽ നിന്നുള്ള പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കി അതിനെ ക്ലോസ് ചെയ്യാൻ നമുക്ക് പറ്റണം. തോൽവിയിൽ നിന്ന് പഠിക്കാം, പക്ഷെ തോൽവിയിൽ ജീവിക്കരുത്. തോൽവിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അവർക്കെല്ലാം തോൽവി ഉണ്ടാവുള്ളൂ. തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച ശേഷം മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ടേ മാറുള്ളൂ. അതുകൊണ്ട് തോറ്റാലും അതിൽ നിന്ന് പഠിക്കുക, തെറ്റ് പറ്റിയാലും അതിൽ നിന്ന് പഠിക്കുക. ഒരിക്കൽ പറ്റിയ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ അതിന് നമ്മൾ പറയും മണ്ടത്തരം എന്ന് പറയും. അതേസമയം ഒരിക്കൽ തെറ്റ് പറ്റുന്ന അബദ്ധമാണ്. അബദ്ധം എല്ലാ മനുഷ്യന്മാർക്കും സംഭവിക്കാം. അബദ്ധത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലെല്ലാം ശരികളാക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുക. തീരുമാനങ്ങളിൽ ശക്തിയെടുക്കാൻ നമുക്ക് സാധിക്കുക. എന്നാൽ തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വന്തമായിരിക്കും. നിങ്ങൾക്കെന്നും വിജയികളാവാൻ സാധിക്കട്ടെ. ഈ 5 കാര്യങ്ങളും ജീവിതത്തിൻ്റെ പാഠമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.